ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇപ്പം അടുത്ത ഒരു 1-2 വർഷത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറിനെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സെക്ടറിനെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു സെക്ടറിലെ പല സ്റ്റോക്കുകളും നമ്മളിവിടെ സംസാരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ സംസാരിക്കുന്ന സ്റ്റോക്കുകൾ പോയിട്ട് ഡയറക്റ്റ് ചാടിക്കറി മേടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങളുടെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ റിസ്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ആ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ കുറേ സ്റ്റോക്കുകളെ പറ്റി സംസാരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്ടറിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പ്രൈവറ്റ് ബാങ്കുകളോ പബ്ലിക് ബാങ്കുകളോ അല്ലെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകളോ NBFCs അങ്ങനെ ഏത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും വരുന്ന ഒരു 1-2 വർഷം ഒരു പക്ഷേ നല്ല രീതിയിൽ ഈ സ്റ്റോക്കുകളൊക്കെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി അങ്ങനെ പറയുന്നതെന്നുള്ള കാര്യങ്ങളും അതല്ലെങ്കിൽ ഈ സെക്ടറുകളിലൊക്കെ ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുറേ സ്റ്റോക്കുകളെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോകാം. പിന്നെ ഞാനിത് പറയാനുള്ള റീസൺ അല്ലെങ്കിൽ ഈ ഒരു സെക്ടർ പെർഫോം ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഈ ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വരുന്ന ഒരു 1-2 വർഷം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-2.5 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ടർ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സെക്ടർ മോശമാവുമെന്ന് പറഞ്ഞാൽ അവരുടെ അസറ്റ് ക്വാളിറ്റി മോശമാണ്. അസറ്റ് ക്വാളിറ്റി മോശമാവെന്ന് പറഞ്ഞാൽ അവർ കൊടുത്ത ലോണുകൾ കൃത്യമായിട്ട് റീപേയ്മെന്റ് വരാതിരിക്കുക. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു പല ബിസിനസ്സുകളും ഈ ഒരു സെക്ടറിലുള്ള ബിസിനസ്സുകളും പൊയ്ക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ഒരു 2.5-3 വർഷത്തോളം, ഓൾമോസ്റ്റ് 3 വർഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് മൈക്രോ ഫിനാൻസ് സെക്ടറൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ലോണുകൾ പലതും ആൾക്കാർ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ വാർ പോലത്തെ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഇൻഫ്ലേഷന്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ RBIയുടെ റേറ്റ് കട്ട്, അങ്ങനത്തെ പല പല റീസൺസ് കാരണം ഇവർക്ക് ഇവരുടെ നിംസിലെ എക്സ്പാൻഷൻ കൃത്യമായിട്ട് വരാതിരിക്കുക, അസറ്റ് ക്വാളിറ്റി മോശമാവുക, ആ ഒരു അവസ്ഥയിൽ ഈ പ്രത്യേകിച്ച് ഇവരുടെ കളക്ഷൻ എഫിഷ്യൻസിയൊക്കെ മിക്കവാറും എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും മോശമായിരുന്നു. കളക്ഷൻ എഫിഷ്യൻസി മോശമാവുന്ന സമയത്ത് അതായത് ഇവർ കൊടുത്തിരിക്കുന്ന ലോണുകളുടെ കളക്ഷൻ മോശമാവും. അത് മോശമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലോണുകൾ NPS ആയിട്ട് മാറും. NPS ആകുമ്പോൾ ഇവരുടെ GNPA അല്ലെ NNPA നമ്പേഴ്സ് കൂടും. അത് കൂടുമ്പോൾ എത്ര ലോണുകൾ മോശമായിട്ട് വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ഇവരൊരു പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവരെ എമൗണ്ട് മാറ്റി വെക്കേണ്ടി വരും. അത് മാറ്റി വെക്കേണ്ടി വരുമ്പോൾ ഇവരുടെ പ്രോഫിറ്റ് സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ ആ ഒരു അവസ്ഥയെ കൊണ്ടാണ് ഈ ബാങ്കുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇവരുടെ അസറ്റ് ക്വാളിറ്റി മോശമായി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കുകൾക്കൊന്നും പിന്നെ പുറത്തേക്ക് ഇവർ ഡിസ്ബേഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കും. പുതിയ ലോണുകൾ പുറത്തേക്ക് കൊടുക്കുന്നത് കുറയ്ക്കും. കാരണം ഇവർ കൊടുത്ത ലോണുകൾ തിരിച്ച് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രൈമറി ടാർഗറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിസ്ബേഴ്സ്മെന്റ് അല്ലെങ്കിൽ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ താഴേക്കായിരുന്നു മിക്കവാറും ബാങ്കുകളിൽ. അത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാങ്കുകളുടെ ആണെങ്കിലും NBFCസിന്റെ ആണെങ്കിലും അതല്ല നമ്മൾ ഈ പറയുന്ന സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയാലും ഇവരെല്ലാം ഇവരുടെ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇംപ്രൂവ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ അസറ്റ് ക്വാളിറ്റി നമ്മൾ നോക്കുമ്പോഴത്തേന് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ തന്നെ നോക്കണം. നമ്മൾ ഇയർ ഓൺ ഇയർ നോക്കുന്നതിനെ കഴിഞ്ഞ്, കാരണം സീക്വൻഷ്യലായിട്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ എത്ര പേര് ലോൺ തിരിച്ചടയ്ക്കുന്നുണ്ട്, അതിൽ നിന്ന് എത്ര പേര് ഈ ഒരു ക്വാർട്ടർ ആയപ്പോഴത്തേന് അതിനെ കഴിഞ്ഞ് തിരിച്ചടയ്ക്കുന്നവരുടെ എണ്ണം കൂടുകയാണോ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല പ്രൊവിഷൻ ആയിട്ട് ഇവർ മാറ്റി വെക്കുന്ന എമൗണ്ട് അത് കുറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം എല്ലാ ലോണുകളും തിരിച്ചടയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവർ അതിന്റെ റിസ്കിന് വേണ്ടി മാറ്റി വെക്കുന്ന എമൗണ്ട് ഇവർക്ക് കുറയ്ക്കാം. പ്രൊവിഷൻസ് കൃത്യമായിട്ട് കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രൊവിഷൻസ് എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കുന്നതാണ് നമ്മുടെ ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ക്രെഡിറ്റ് കോസ്റ്റ് കുറയുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഈ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ ഇവരുടെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വരുന്ന കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്രെഡിറ്റ് കോസ്റ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ ഇവരുടെ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരെ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ല നമ്മൾ വലിയ ബാങ്കുകൾ എടുത്താൽ പോലും പല ബാങ്കുകളിലെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് 20% മുകളിലേക്ക് വരെ ഗ്രോ ചെയ്യുന്ന വലിയ ബാങ്കുകൾ വരെ ഉണ്ട്. സോ ആ ഒരു രീതിയിൽ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അവരുടെ പുതിയ ഡിസ്ബേഴ്സ്മെന്റ് നോക്കിയാൽ, പുതിയ ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ പുതിയ ലോണുകൾ പുറത്തേക്ക് കൊടുക്കുന്നത്. ഇപ്പൊ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബാങ്ക് ഒരു 100 കോടി രൂപ ലോൺ കൊടുത്തെങ്കിൽ അതാണ് അവരുടെ മൊത്തം ലോൺ ബുക്ക് എന്ന് പറയുന്നത്. ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ പുതിയതായിട്ട് എത്ര ലോൺ കൊടുത്തു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഡിസ്ബേഴ്സ്മെന്റ് 10 കോടിയാണെന്ന് പറഞ്ഞാൽ അവരുടെ ലോൺ ബുക്ക് ഇപ്പോൾ 100 കോടിയാണെങ്കിൽ 10 കോടി ഡിസ്ബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഒരു ക്വാർട്ടറിൽ 10 കോടി ലോൺ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അടുത്ത വർഷം അടുത്ത ക്വാർട്ടറിൽ ഇവർ 10 കോടി എക്സ്ട്രാ കൊടുത്താൽ ഇവരുടെ ലോൺ ബുക്കിന്റെ സൈസ് 110 കോടി സ്വാഭാവികമായിട്ടും ആകൊണ്ടാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞ റീപേയ്മെന്റ് വരുന്ന ലോൺ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആൾക്കാർ തിരിച്ചടയ്ക്കുമ്പോൾ ലോൺ ബുക്ക് സ്വാഭാവികമായിട്ട് ലോൺ കുറയുമല്ലോ, ആ കുറവുകൂടെ കഴിഞ്ഞിട്ട് അതാണ് ഇവരുടെ ടോട്ടൽ ലോൺ ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്ബേഴ്സ്മെന്റ് കൂടിയാലേ ഉള്ളൂ ഇവരുടെ ലോൺ ബുക്കിൽ ഫ്യൂച്ചറിൽ ഗ്രോത്ത് വരുള്ളൂ. ലോൺ ബുക്കിൽ ഗ്രോത്ത് വന്നാലേ ഉള്ളൂ ഇവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുള്ളൂ. കാരണം ഇവരുടെ ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ആൾക്കാർക്ക് ലോൺ കൊടുത്താൽ അതിന്റെ ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡിസ്ബേഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഗ്രോ ചെയ്യേണ്ടതുണ്ട്. അത് നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൃത്യമായിട്ട് ഈ പറയുന്ന മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഈ മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം ഒരു ഗ്രോത്തിന്റെ ഒരു ഫേസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ വാല്യുവേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല വാല്യുവേഷൻസിലൊക്കെയാണ് പല സ്റ്റോക്കുകളും അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തിൽ നോക്കിയാൽ ഈ സ്റ്റോക്കുകളിലെ പലതിന്റെ
ആ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് മേളിലേക്കുള്ള മൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. മൈക്രോ ഫിനാൻസ് സെക്ടറിലൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 3-4 ക്വാർട്ടർ കൊണ്ട് തന്നെ 3-4 ക്വാർട്ടറിൽ കഴിഞ്ഞ 2-3 ക്വാർട്ടറിൽ തന്നെ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സെക്ടറിൽ. ഇനി അവിടെ ഒരു ഗ്രോത്തിന്റെ ഫേസ് ആണ് നമുക്കിനി കാണാനായിട്ട് പോകുന്നത്. ലോൺ ബുക്കിലൊക്കെ ഹൈ പേസിൽ ഗ്രോ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ടറിനെ നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുകയും അതിനകത്ത് നല്ല സ്റ്റോക്കുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് റീപേയ്മെന്റ് കാര്യങ്ങളൊക്കെ മുടങ്ങുക അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് വന്നാൽ അസറ്റ് ക്വാളിറ്റി മോശമാവും. അത് മോശമായി കഴിഞ്ഞാൽ ഇവരുടെ പ്രൊവിഷൻസ് കൂടുകയും അതുപോലെ തന്നെ പ്രോഫിറ്റിനെ അതും ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യമാണ്. അസറ്റ് ക്വാളിറ്റി എപ്പോൾ മോശമാകുന്നു അതിനനുസരിച്ച് പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ട്രാക്ക് ചെയ്യണം. കാരണം അസറ്റ് ക്വാളിറ്റി മോശമായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ സ്റ്റോക്കിൽ പ്രൈസിൽ മൂവ്മെന്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് അതിന്റെ മുന്നോട്ടുള്ള വരുന്ന ക്വാർട്ടറുകളിലൊക്കെ അസറ്റ് ക്വാളിറ്റി എങ്ങനെ ആയിരിക്കും എന്നുള്ള ഡയറക്ഷൻ അറിയാതെ ആ ഒരു സ്റ്റോക്കിൽ അങ്ങനെ മൂവ്മെന്റ് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകളൊന്നും നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ മേടിച്ചിട്ട് ഒരു 5 വർഷത്തേക്ക് മറന്നു കളയാം, അല്ലെങ്കിൽ 3 വർഷത്തേക്ക് മറന്നു കളയാം, 10 വർഷത്തിന് വേണ്ടി ഞാൻ മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കിങ് സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളെ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് മാത്രമേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് ആയിട്ട് എടുക്കുക. അത്യാവശ്യം പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ച് നോക്കുമ്പോഴത്തേക്കും ലോൺ ബുക്കിലും കാര്യങ്ങളൊക്കെ ഗ്രോത്ത് വരുന്ന അസറ്റ് ക്വാളിറ്റിയൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അടുത്ത ക്വാർട്ടറുകളിലൊക്കെ ഈ ഒരു രീതിയിൽ മാനേജ്മെന്റ് ഗൈഡൻസ് ഒക്കെ അടക്കം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കുറേ സ്റ്റോക്കുകളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ചാടിക്കറി മേടിക്കാനല്ല പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ഒന്ന് പറയുകയാണ്. നമുക്ക് ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്കുകൾ നോക്കാം. അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ള നല്ല സ്റ്റോക്കുകൾ നോക്കാം. NBFCs ഏതൊക്കെയുണ്ട് നല്ലതെന്ന് നോക്കാം. NBFCനെ പറ്റി പറയുമ്പോഴത്തേനും നമുക്ക് എല്ലാ ടൈപ്പ് NBFCനെ നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് മൈക്രോ ഫിനാൻസ് സെക്ടറിൽ ലോൺ കൊടുക്കുന്നവരുണ്ട്, ഹൗസിംഗ് ലോണുകൾ കൊടുക്കുന്നുണ്ട്. ഹൗസിംഗ് ലോൺ എന്ന് പറയുമ്പോഴാണെങ്കിൽ പോലും അവിടെ അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള ഹൗസിംഗ് ലോണുകൾ കൊടുക്കുന്നവരുണ്ട്. MSME ലെൻഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് ലോൺ ലെൻഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ പല പല ടൈപ്പ് ഓഫ് NBFCs നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സെക്ടറുകളിലൊക്കെ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള NBFCs നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിൽ നമ്മൾ മേജർ ബാങ്കുകൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്തിന്റെ കാര്യം ഞാൻ പറയാറുണ്ടല്ലോ, 15, 16, 17% നമ്മുടെ ഒരു മാർക്കറ്റിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മൊത്തം ക്രെഡിറ്റ് ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്ത് ആ രീതിയിൽ ഗ്രോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിന് മുകളിൽ പെർഫോം ചെയ്യുന്ന ബാങ്കുകളോ അല്ലെങ്കിൽ ഈ ബിസിനസ്സുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് SBIയോ അല്ലെങ്കിൽ HDFC ഒക്കെ പോലത്തെ ബാങ്കുകൾ ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നത്. പ്രത്യേകിച്ച് ഹൈ ഗ്രോത്ത് നോക്കിയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറ്. സോ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കിയാൽ നമുക്കിപ്പോൾ ഒരുപാട് ബാങ്കുകൾ 20% മുകളിൽ ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ അതിൽ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞാൽ DCB ബാങ്ക് നോക്കിയാൽ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് അവർ 17, 18, 19% അവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സോ 17, 18, 19 കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം നമ്മൾ പറഞ്ഞ 15, 16% തൊട്ട് മുകളിലല്ലേ നിൽക്കുന്നതെന്ന്. സോ അത് കഴിഞ്ഞൊരു ക്വാർട്ടറിലൊക്കെ നോക്കുമ്പോഴത്തേനാണ് നമുക്കൊരു 15-16% നമ്മുടെ സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്ത് ഉള്ളത്. ഈ DCB ബാങ്കിന്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറെ ക്വാർട്ടറുകളായിട്ട് ഇവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു പീസിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഈ ഒരു ക്വാർട്ടറിലെ നമ്പേഴ്സ് വന്നിട്ടില്ല. സോ ഈ ഒരു ക്വാർട്ടറിലാണ് മിക്കവാറും ബാങ്കുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നല്ല രീതിയിൽ അവരുടെ ലോൺ ബുക്കിൽ ഗ്രോത്ത് 20% മുകളിലേക്ക് പല ബാങ്കുകളും പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഈ ഒരു ക്വാർട്ടറിലെ നമ്പേഴ്സ് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും കൺസിസ്റ്റന്റ് ആയിട്ട് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന ഈ ഒരു പെർസെന്റേജ് ആണ് അതിൽ അവർ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ട്. അതായത് ലോൺ ബുക്കിൽ എങ്ങനെയാണ് ഗ്രോത്ത് വരുന്നത് ഏകദേശം ആ ഒരു രീതിയിൽ തന്നെ ഇവരുടെ ഡിപ്പോസിറ്റിലും ഒക്കെ കൃത്യമായിട്ട് അവർക്ക് ഗ്രോത്ത് വരുത്താനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ബാങ്കാണ്. സോ കഴിഞ്ഞ കുറെ ക്വാർട്ടറുകളായിട്ട് കഴിഞ്ഞൊരു 5-6 അല്ലെങ്കിൽ കഴിഞ്ഞൊരു 2 വർഷം എന്ന് വേണമെങ്കിൽ പറയാം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ഈ ഒരു രീതിയിൽ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. DCB ബാങ്ക് ഒരു നല്ല ബാങ്കാണ്. CSB ബാങ്ക് നല്ല ബാങ്കാണ്. പക്ഷേ CSB ബാങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വർഷം കൂടെ അവരുടെ നിംസിൽ പ്രഷർ വരാൻ സാധ്യതയുണ്ട്. കാരണം മാർജിൻസിന് കുറച്ച് പ്രഷർ വരാൻ സാധ്യതയുണ്ട്. അടുത്ത വർഷം തൊട്ടേ നമുക്ക് അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഗ്രോത്ത്, അതായത് FY28 തൊട്ടേ നല്ലൊരു ഗ്രോത്ത് നമുക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ CSB ബാങ്കിൽ. അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ IDFC ഫസ്റ്റ് നല്ല ബാങ്കാണ്. അവിടെ കഴിഞ്ഞൊരു ക്വാർട്ടറിൽ അവരുടെ എംപ്ലോയീസ് ചെറിയ ഫ്രോഡ് ചെയ്തതിന്റെ പരമായിട്ട് കുറച്ച് പ്രൊവിഷൻസ് എക്സ്ട്രാ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അതല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേജർ ബാങ്കുകൾ നോക്കിയാലും ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്താണ്. ഈ ഒരു ക്വാർട്ടറിലെ റിസൾട്ട് നോക്കിയാൽ നല്ല നമ്പേഴ്സ് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 26-27% അവരുടെ ലോൺ ബുക്കിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതായത് 3 ലക്ഷം കോടിയോളം അവരുടെ ടോട്ടൽ ലോൺ ബുക്ക് സൈസ് എന്ന് പറഞ്ഞാൽ HDFC ബാങ്കിന്റെ ഏകദേശം 30 ലക്ഷം കോടിയുള്ളപ്പോൾ അതിന്റെ ഒരു 10% ഉണ്ട് ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന പല ബിസിനസ്സുകളുടെയും ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ലോൺ ബുക്കിന്റെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ 60,000, 50,000, 40,000, 30,000 കോടിയൊക്കെയാണ് ഇവരുടെ ലോൺ ബുക്ക് സൈസ് ഉള്ളത്. ആ ഒരു സമയത്ത് ഇവരുടെ 3 ലക്ഷം കോടിയുള്ള ലോൺ ബുക്ക് സൈസിലാണ് ഇവർ 27%-ഓളം ഗ്രോത്ത് വരുത്താനായിട്ട് പറ്റിയിട്ടുള്ളത്. ആ ഒരു രീതിയിൽ നോക്കിയാൽ കൺസിസ്റ്റന്റ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് നല്ല ഗൈഡൻസ് കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അതിന് സെപ്പറേറ്റ് ചെയ്യാം. മഹാരാഷ്ട്ര ബാങ്ക് നോക്കിയാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്.
അതല്ലാതെ തന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യെസ് ബാങ്ക് നോക്കി കഴിഞ്ഞാൽ യെസ് ബാങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സോ ഈ ബാങ്കുകളിലെല്ലാം പല രീതിയിലുള്ള റിസ്ക് ആണുള്ളത്. യെസ് ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മോശം സിറ്റുവേഷനിൽ നിന്ന് നല്ലൊരു ഡയറക്ഷനിലേക്ക് അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ്. സോ അതേസമയത്ത് നമ്മൾ IDFCയിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ല ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു അവരുടെ എംപ്ലോയീസിന്റെ പരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്ന്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് ഏതാണ് നല്ല, നിങ്ങൾക്ക് ഏതാണ് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്, നല്ല ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്, കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിനകത്ത് ഏതൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് വലിയ ഇഷ്യൂസ് ആയിട്ട് തോന്നുന്നത്. സോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോരുത്തരുടെ സ്റ്റോക്ക് പിക്ക് കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസം വന്നേക്കാം. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോനെ അഡ്വൈസ് ആയിട്ട് എടുക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മേജർ ബാങ്കുകളിൽ നല്ല പെർഫോമൻസ് തരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പറഞ്ഞ DCB ബാങ്ക്, IDFC ഫസ്റ്റ്, CSB ബാങ്ക്, അതല്ലെങ്കിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. പിന്നീട് നോക്കിയാൽ RBL ബാങ്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് നോക്കിയാൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ ബാങ്കുകളൊക്കെ നല്ല പെർഫോമൻസ് നടത്തുന്നുണ്ട്. സോ ഇതിനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്വാർട്ടറിന്റെ റിസൾട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയൊക്കെ കൃത്യമായിട്ട് കേൾക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമ്മൾ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലേക്ക് വന്നാൽ, സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ എനിക്ക് എല്ലാ ബാങ്കുകളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ക്വാർട്ടറിലെ റിസൾട്ടിന്റെ അപ്ഡേറ്റ് വന്നപ്പോൾ നമ്മൾ 4-5 ബാങ്കുകളിൽ നമ്മൾ ചെയ്തിരുന്നു സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ വീഡിയോ. സോ അതിൽ തന്നെ നമ്മൾ സംസാരിച്ച ബാങ്കുകളുടെ എല്ലാവരുടെ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. എല്ലാവരും ലോൺ ബുക്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങൾ തരാൻ തുടങ്ങിയിട്ടുണ്ട്. 20% മുകളിലാണ് എല്ലാ സ്മോൾ ഫിനാൻസ് ബാങ്കുകളും അവരുടെ ലോൺ ബുക്കിൽ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മളിപ്പോൾ നോക്കിയാൽ, ഇപ്പോൾ ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് നോക്കിയാൽ, ഫിനാൻസ് ബാങ്ക് നോക്കിയാൽ അവർ 10%, 11% ലോൺ ബുക്കിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ബാങ്ക് ഇപ്പോൾ അവരും 20% മുകളിൽ 20-25% മാനേജ്മെന്റ് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത് 100% സെക്യൂർ ആയിട്ടുള്ള ഒരു ബുക്കുള്ള ഒരു ബാങ്കാണ്. സോ അവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവർക്ക് കാസ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ഒരു ബാങ്കാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ കാസ റേഷ്യോ ഏറ്റവും കൂടുതലുള്ളത് ഈ പറഞ്ഞ ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ്. ഏകദേശം 36-37% കാസ റേഷ്യോ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ, കഴിഞ്ഞ ക്വാർട്ടറിൽ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് കാസ റേഷ്യോയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിരിക്കുന്ന ബാങ്കുകൾ വളരെ കുറവാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ എല്ലാ ബാങ്കുകളും നോക്കിയാലും കാസ റേഷ്യോയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നേക്കുന്നത് കുറവാണ്, ബാങ്കുകൾ കുറവാണ്. അതിൽ നോക്കിയാൽ ഈ ഒരു ബാങ്കിൽ കൃത്യമായിട്ട് കാസ റേഷ്യോയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. നല്ല വരുന്ന ക്വാർട്ടറുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബാങ്ക് തന്നെയാണ് ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള എല്ലാ ബാങ്കുകളും, ഇപ്പം ഉജ്ജീവൻ ആണെന്നുണ്ടെങ്കിലും, ഇക്വിറ്റാസ് ആണെങ്കിലും, ഇസാഫ് ആണെങ്കിലും, ഇസാഫ് ഒക്കെ പ്രത്യേകിച്ച് കഴിഞ്ഞ ക്വാർട്ടറുകളിലൊക്കെ നോക്കിയാൽ ബാക്കിയുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് വരുന്നത്ര ഇമ്പ്രൂവ്മെന്റ് വരായിരുന്ന ഒരു ബാങ്കാണ്. പക്ഷെ അവർ അവിടെ പോലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോൺ ബുക്കിലൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് തരുന്നുണ്ട്. നല്ല പെർഫോമൻസ് നമുക്ക് ഇക്വിറ്റാസിന്റെ, ഇസാഫിന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ വരുന്നുണ്ട്. സോ മൊത്തത്തിൽ എല്ലാ സ്മോൾ ഫിനാൻസും എനിക്ക് നന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ വാല്യുവേഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് പലർക്കും ഇതിനകത്ത് ഏത് പിക്ക് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത. ഇപ്പോൾ AU സ്മോൾ ഫിനാൻസ് നോക്കി കഴിഞ്ഞാൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലെ ഏറ്റവും വലിയൊരു ബാങ്കാണ്. അവർ ഏറ്റവും നല്ല രീതിയിൽ അവർ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അത്രയും വലിയ ലോൺ ബുക്കിന്റെ പുറത്തും അവർ നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടെ മാനേജ്മെന്റ് 25% ഗൈഡ് ചെയ്യുന്നത്, അതിന് മുകളിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ പറഞ്ഞ പ്രൈസ് ടു ബുക്ക് നോക്കിയാൽ ഓൾമോസ്റ്റ് 4-ന് അവരുടെ പ്രൈസ് ടു ബുക്ക് എന്ന് പറയുന്നത്. അതേസമയത്ത് നമ്മൾ ഉത്കർഷ് നോക്കിക്കഴിഞ്ഞാൽ ഉത്കർഷിൽ അവരുടെ പ്രൈസ് ടു ബുക്ക് 1-ൽ താഴെയാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ ഇപ്പോഴും ഏറ്റവും മോശമായിട്ട് അസറ്റ് ക്വാളിറ്റി നിൽക്കുന്നത് ഉത്കർഷിലാണ്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ മജോറിറ്റി ബുക്കും വരുന്നത് ബീഹാറിലാണ്. അപ്പോൾ ബീഹാറിൽ ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് സെക്ടറിലൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയത്ത് നേരത്തെ കർണാടകയിൽ ഒരു ഓർഡിനൻസ് വന്നിരുന്നു. അതിനുശേഷം തമിഴ്നാട്ടിൽ ഒരു ഓർഡിനൻസ് വന്നിരുന്നു. അതായത് ഈ പറഞ്ഞ ബ്ലേഡ് രീതിയിൽ പലിശ കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരുന്ന ഓർഡിനൻസ് ആണ്. പക്ഷെ ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഓർഡിനൻസ് ഒക്കെ വരുന്ന സമയത്ത് അവർ തെറ്റിദ്ധരിക്കും, ഈ പറഞ്ഞ ബാങ്കുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന ലോണുകളൊന്നും തിരിച്ചടക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് വരികയും ഇവരുടെയൊക്കെ ഡിഫോൾട്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കാറുണ്ട്. ആ ഒരു രീതിയിലുള്ള ഇഷ്യൂസ് ഒക്കെ കർണാടകയിലും വന്നിരുന്നു, അതുപോലെ തന്നെ തമിഴ്നാട്ടിലും വന്നിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മൊത്തത്തിൽ ഈ ഒരു സെക്ടർ നന്നായിട്ട് വരുന്ന സമയത്താണ് ബീഹാറിൽ ഈ പറഞ്ഞ പോലെ ഒരു ഓർഡിനൻസ് വരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് ഈ MFI ലോണുകൾ കൊടുക്കുന്ന സമയത്ത് 2-ൽ കൂടുതൽ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാങ്കുകൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിൽ നിന്ന് അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ ആളുകൾക്ക് ലോൺ ലെൻഡ് ചെയ്യാവുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഓർഡിനൻസ് വന്നിരുന്നു. സോ അവിടെ ഏറ്റവും കൂടുതൽ ലെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ബാങ്കാണ് ഉത്കർഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കാണ് അതിൽ നിന്നുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ ആ ഒരു പണി കിട്ടിയത് ഇവർക്കാണ്. വേറെ ബാങ്കുകൾക്കൊന്നും അത്രയും ലോൺ ബുക്കിന്റെ സൈസ് അവിടെ നിന്ന് വരുന്നില്ല, പ്രത്യേകിച്ച് MFI സെക്ടറിൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ലോൺ ബുക്കിൽ ഇവരുടെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇമ്പ്രൂവ്മെന്റ് വന്ന സമയത്തും ഇവർക്ക് കുറച്ചുകൂടെ ലാഗ് വന്നിട്ടുണ്ട് ഇവരുടെ ലോൺ ബുക്കിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആക്കുന്നതിനകത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മൂവ്മെന്റ് കാര്യങ്ങളൊന്നും നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാൽ പോലും മാനേജ്മെന്റ് അടുത്തൊരു വർഷത്തേക്ക് നല്ല ഗൈഡൻസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ROE-ലും ഒക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സെക്ടറിൽ ഇപ്പോൾ ഇതാ ഞാൻ പറയുന്നത്, ഓരോ ബാങ്കുകളിലും ഡിഫറെന്റ് ആയിട്ടുള്ള റിസ്കുകളാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇനി ഇമ്പ്രൂവ്മെന്റ് ROE-ൽ ഈ പറഞ്ഞ അസറ്റ് ക്വാളിറ്റിയിൽ കാര്യങ്ങൾ വരാനായിട്ട് പോകുന്ന ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഉത്കർഷാണ് വരാൻ പോകുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക്കും കൂടുതലാണ്. അവരുടെ പ്രൈസ് ടു ബുക്ക് നോക്കി കഴിഞ്ഞാൽ 1-ൽ താഴെയാണ്. അതേ സമയത്ത് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്മോൾ ഫിനാൻസ് ഞാൻ പറഞ്ഞില്ലേ 4-ന് പ്രൈസ് ടു ബുക്ക് ഉള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇക്വിറ്റാസോ അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഉജ്ജീവനോ നോക്കി കഴിഞ്ഞാൽ ഉജ്ജീവനം 1.6, 1.7 പ്രൈസ് ടു ബുക്ക് എന്ന് പറയുന്നത്.
അതേപോലെ ഇക്വിറ്റാസിന് നോക്കിയാൽ 1.4 1.5 അടുത്താണ് പ്രൈസ് ടു ബുക്ക് വരുന്നത്. ഇവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്താൽ മാർക്കറ്റ് നല്ല സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ 2 മുകളിൽ ഈസി ആയിട്ട് ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ല ഈ സ്മോൾ ഫിനാൻസിന് 4 വരെ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് ടു ബുക്ക് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെർഫോം ചെയ്താൽ ഇവർക്കൊക്കെ 2 മുകളിൽ ഈ പറഞ്ഞ പ്രൈസ് ടു ബുക്ക് കിട്ടാൻ സാധ്യതയുള്ള ബാങ്കുകളാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതായിട്ടുണ്ട്, കാരണം ആളുകൾ ഇത് കേട്ടിട്ട് ഡയറക്റ്റ് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നുള്ള കാര്യം പ്രത്യേകം പറയുകയാണ്. ഈ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഏത് വേണേലും എന്തായാലും നിങ്ങൾ ഇതിനെ ട്രാക്ക് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റ് ആവുന്നുള്ള രീതിയിൽ ഇതിനെ പഠിച്ചല്ലേ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്നുള്ള കാര്യം പഠിച്ച് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് സ്മോൾ ഫിനാൻസ് ബാങ്കിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇപ്പൊ തന്നെ വീഡിയോയുടെ ലെങ്ത് നല്ല രീതിയിൽ കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി NBFCs പെട്ടെന്ന് പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് മൈക്രോ ഫിനാൻസ് സെക്ടറിൽ നോക്കിയാൽ മൈക്രോ ഫിനാൻസിൽ ഇപ്പം ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ലോണുകൾ കൊടുക്കുന്നതാണ്. പറഞ്ഞ 10,000 രൂപയുടെ 5,000 രൂപയുടെ അല്ലെ 15,000 20,000 30,000 70,000 80,000 ആ ഒരു രീതിയിലുള്ള ലോണുകളാണ് ഇവർ കൂടുതലായിട്ട് കൊടുക്കാറ്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗ്യാരണ്ടി കാര്യങ്ങളൊന്നുമില്ല, കൊളാട്രൽസ് ഒന്നും ഇല്ലാതെ കൊടുക്കുന്ന ലോണാണ്. അവിടെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ലോണാണ് അതിൽ. പക്ഷേ ഹൈ റിസ്ക് ആയതുകൊണ്ട് തന്നെ അവർ മേടിക്കുന്ന പലിശ എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ പലിശ, 20 25 30% 40% ഒക്കെ മേടിക്കുന്ന ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ വലിയ പലിശയാണ് അവർ മേടിക്കുന്നത്. സെയിം ടൈമിൽ അവർ കൊടുക്കുന്ന ചെറിയ ലോണുകളുമായിരിക്കും, റിസ്ക് വളരെ കൂടുതലായിരിക്കും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള മൈക്രോ ഫിനാൻസ് ലോണുകൾ കൊടുക്കുന്ന NBFCs നോക്കിയാൽ അതിൽ ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, അർമാൻ ഫിനാൻഷ്യൽസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, കേരളത്തിൽ നിന്നുള്ള മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ ബാങ്കുകളൊക്കെ ഫുള്ളായിട്ട് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് ലോണുകളിലാണ്. അവർ നല്ല രീതിയിൽ ഇവരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി മൈക്രോ ഫിനാൻസിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഹൗസിംഗ് ഫിനാൻസിലേക്ക് നോക്കുക, പ്രത്യേകിച്ച് അഫോർഡബിൾ ഹൗസിംഗിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ലീഡിംഗ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന NBFCs എന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഇന്ത്യ ഷെൽട്ടർ ആണ്, രണ്ടെന്ന് പറഞ്ഞാൽ ഹോം ഫസ്റ്റ് ആണ്. അവിടെ തന്നെ ഇന്ത്യ ഷെൽട്ടർ ആണ് അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 30-35% ഗ്രോ ചെയ്തുകൊണ്ടാണ്. ഇപ്പം 25-30% മാനേജ്മെന്റ് പറയുന്നത്. ആ ഒരു രീതിയിൽ അറൗണ്ട് ഒരു 30% അടുത്ത് നമുക്ക് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഹോം ഫസ്റ്റ് നോക്കിയാൽ 25-30% ഗ്രോ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ മാനേജ്മെന്റ് അറൗണ്ട് ഒരു 25% ഒക്കെയാണ് ഗൈഡ് ചെയ്യുന്നത്. അവിടെ തന്നെ ഇന്ത്യ ഷെൽട്ടർ തന്നെയാണ് കൃത്യമായിട്ട് ലീഡ് ചെയ്യുന്നത്. ഈ രണ്ട് സ്റ്റോക്കുകളും നല്ല സ്റ്റോക്കുകളാണ്. പിന്നെ ആപ്റ്റസ് ഒന്നും കുഴപ്പമില്ല, പക്ഷെ എന്നാൽ പോലും ആപ്റ്റസിനെ കഴിഞ്ഞൊക്കെ മുകളിൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ ഇന്ത്യ ഷെൽട്ടർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോം ഫസ്റ്റും ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ താഴേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമുക്ക് ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന 1-2 സ്റ്റോക്കുകളാണ് നമുക്കൊരു സെക്ടറിൽ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റോക്കുകൾ നല്ല സ്റ്റോക്കുകളായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ MSME ലെൻഡേഴ്സ് നോക്കി കഴിഞ്ഞാൽ MSME ലെൻഡേഴ്സിൽ ആ ഒരു സെക്ടറിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് SBFC ഫൈനാൻസ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്കിനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. അതല്ലെങ്കിൽ iFinance നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. iFinance എന്നുള്ള വ്യത്യാസം വെച്ചാൽ ഇവരെന്ന് പറഞ്ഞാൽ SBFC എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിയ MSMEസിനാണ് ലോൺ കൊടുക്കുന്നത്. iFinance എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഈ പറഞ്ഞ MSMEസിന് പോലും ലോൺ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ഒക്കെ കുറച്ചുകൂടെ ഈ പറഞ്ഞ SBFCയിൽ വേണ്ട അത്രയും വരുന്നില്ല ഇവരുടെ iFinance വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടെ റിസ്ക് കാര്യങ്ങൾ കൂടുതലാണ്, അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് കാര്യങ്ങൾ കൂടുതലാണ്. പിന്നെ ഈ ഒരു ക്വാർട്ടറിലെ റിസൾട്ടിന്റെ നമ്പറിൽ iFinance എനിക്ക് കളക്ഷൻ എഫിഷ്യൻസിയിൽ കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ GNP NNP ഒന്നും കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ കളക്ഷൻ എഫിഷ്യൻസി ചെറിയ രീതിയിൽ കുറച്ച് മോശമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പാറിന്റെ പെർസെൻറ്റേജ് നോക്കിയാൽ പോർട്ട്ഫോളിയോ അറ്റ് റിസ്ക് എന്ന് പറയുന്നതിന്റെ പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ അതും കൂടിയതായിട്ട് കാണാനായിട്ട് പറ്റും. സോ അതൊരു ചെറിയ കൺസേൺ ആണ്. അതിൽ നമുക്ക് മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കേൾക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നല്ല സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും സ്റ്റോക്കുകൾ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ഇതേപോലെ ഈ അസറ്റ് ക്വാളിറ്റിയിൽ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിൽ നമ്മൾ ഒരു രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇപ്പം ഫ്രണ്ടിൽ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അത്ര സ്റ്റോക്കുകൾ ഈ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ SBFC തന്നെയാണ് ഈ ഒരു സെക്ടറിൽ ലീഡ് ചെയ്യുന്നത് പറയുന്നത്. പക്ഷേ iFinance നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ്. പിന്നീട് നമ്മൾ ഗോൾഡ് ലോൺ ലെൻഡേഴ്സിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ കാപ്രി ഗ്ലോബൽ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ നോർത്തേൺ ആർക്ക് നോക്കിയാൽ അവർ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ നമ്മൾ വലിയ NBFCs നോക്കി കഴിഞ്ഞാൽ മുത്തൂറ്റ് നോക്കിയാലും അതല്ലെന്നുണ്ടെങ്കിൽ ബജാജ് ഫിനാൻസ് നോക്കിയാലും ഈ രീതിയിലുള്ള സ്റ്റോക്കുകളൊക്കെ നോക്കിയാൽ അവരൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രത്യേകിച്ച് പൂനാവാലയൊക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. നല്ല രീതിയിൽ അവരുടെ ലോൺ ബുക്കിൽ കാര്യങ്ങളിലൊക്കെ മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങൾ തരുന്നുണ്ട്. 40% മുകളിലാണ് പൂനാവാലയിൽ മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കിയാൽ പ്രത്യേകിച്ച് വലിയ NBFCs പോലും ആ ഒരു ഹൈ പേസിലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കുകളെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ്. പ്രത്യേകിച്ച് ഈ ഒരു സെക്ടറിൽ നമ്മൾ ഗ്രോത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സെക്ടറിലെ സ്റ്റോക്കുകളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും അതല്ലെങ്കിൽ ആ ബിസിനസ്സുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെക്ടറിൽ ചാടിക്കയറി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ഒരുപാട് സെക്ടറുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് നല്ല ഗ്രോത്ത് ഉള്ളത്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാകാത്തൊരു ബിസിനസ്സിലെ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിനെയൊക്കെ ട്രാക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാങ്കുകളൊക്കെ അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കുകളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അസറ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യമാണ്. അസറ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ GNPA നമ്പേഴ്സും NNPA നമ്പേഴ്സും നമുക്ക് നോക്കണം. ക്രെഡിറ്റ് കോസ്റ്റ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. കളക്ഷൻ എഫിഷ്യൻസി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അസറ്റ് ക്വാളിറ്റിന് മെയിൻ ആയിട്ട് നോക്കേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വേണ്ട ലോൺ ബുക്കിൽ ഗ്രോത്ത് എങ്ങനെ വരുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണം. അല്ലെങ്കിൽ ഡിസ്ബേഴ്സ്മെന്റ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നോക്കണം. ROE-ലും ഒക്കെ ഉള്ള മാനേജ്മെന്റിന്റെ കമന്ററി എന്താണെന്നുള്ള കാര്യം, അതേപോലെ തന്നെ സ്റ്റോക്കിന്റെ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ്, ഏതൊരു ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പറഞ്ഞില്ലേ, അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ തന്നെയാണ് നോക്കേണ്ടത്. ലോൺ ബുക്കിന്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇയർ ഓൺ ഇയറും കമ്പയർ ചെയ്ത് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ Q1 എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്വാർട്ടർ എന്ന് പറയുന്നത് ബാങ്കുകളെ സംബന്ധിച്ച് ഏറ്റവും മോശമായിട്ടുള്ള ക്വാർട്ടറാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്വാർട്ടർ Q4 നോക്കിയാൽ Q4 ആണ് അവർക്ക് ഏറ്റവും നല്ലൊരു ക്വാർട്ടർ. അപ്പോൾ Q4 നിന്ന് Q1 വരുന്ന സമയത്ത് നമ്മൾ ഡിസ്ബേഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഡിസ്ബേഴ്സ്മെന്റ് ഒക്കെ പലതിലും കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഡിസ്ബേഴ്സ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് Q4 അല്ല, അവർ ഏറ്റവും നല്ലൊരു ക്വാർട്ടറാണ് Q4 എന്ന് പറയുന്നത്. Q1 അത്രയും നല്ലൊരു ക്വാർട്ടർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ക്വാർട്ടറാണ് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം Q1 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഇയർ ഓൺ ഇയർ കഴിഞ്ഞ Q1 നിന്ന് ഈ Q1 വരുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ആണ് നമുക്ക് അവിടെ അറിയേണ്ടത്. ഇങ്ങനെ വേണം നമ്മൾ നോക്കേണ്ടത്. അസറ്റ് ക്വാളിറ്റി എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ സീക്വൻഷ്യൽ ആയിട്ട് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ തന്നെ നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ടുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന പല സ്റ്റോക്കുകളിലെ ഈ Q1 റിസൾട്ട് കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ളതാണ്. മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല ഈ ഒരു Q1. സോ അതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ റിസൾട്ടിനെ ട്രാക്ക് ചെയ്യുക, അതേപോലെ മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.